ഹായ് എവ്രി വൺ. നമ്മുടെ റിസർച്ച് മെത്തഡോളജിയുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് റിസർച്ച് ഡിസൈനെ കുറിച്ചിട്ടാണ് അല്ലേ. റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ റിസർച്ച് പ്ലാൻ അതെന്താന്ന് പറഞ്ഞു. ദെൻ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് റിസർച്ചിന്, ദെൻ അനലിറ്റിക്കൽ റിസർച്ച് അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച്, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് കാറ്റഗറീസിന് ഏത് രീതിയിലാണ് റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അവരുടെ റിസർച്ച് പ്ലാൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് റിസർച്ച് ഡിസൈൻ ഫോർ എക്സ്പെരിമെൻ്റൽ റിസർച്ച്. നമ്മൾ അനലിറ്റിക്കൽ റിസർച്ചിന് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന് എങ്ങനെയാണ്, ദെൻ എക്സ്പ്ലോറേറ്ററി റിസർച്ചിന് എങ്ങനെയാണ്, ഇതെല്ലാം പറഞ്ഞു റിസർച്ച് പ്ലാൻ അല്ലെങ്കിൽ റിസർച്ച് ഡിസൈൻ. ദെൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് റിസർച്ച് ഡിസൈൻ ഫോർ എക്സ്പെരിമെൻ്റൽ റിസർച്ച്. നമ്മൾ ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസർച്ച് ഡിസൈൻ എങ്ങനെയാണ്. അപ്പോൾ അതിന് മുന്നേ എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വാട്ട് ഈസ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്? നമുക്കറിയാം, നമ്മളൊരു എക്സ്പെരിമെൻ്റൽ റിസർച്ചിലൂടെ എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിലുള്ള അല്ലെങ്കിൽ രണ്ടോ അതിലധികം 2 or more വേരിയബിൾസിൻ്റെ ഇടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ്. രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിലുള്ള അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ വേരിയബിൾസിൻ്റെ ഇടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, അത് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നു, ആ ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്യുന്നു, ദെൻ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഫോർമുലേറ്റ് ചെയ്യുക, അതൊക്കെയാണ് ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് വരികയാണ്, അതായത് എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ റിസർച്ച് ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത്. യെസ്, ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. നമ്മുടെ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫർദർ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സിംഗിൾ വേരിയബിൾ ഡിസൈനും ഫാക്ടോറിയൽ ഡിസൈനും. നമ്മുടെ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ റിസർച്ച് പ്ലാൻ, അതാണ് നമ്മൾ പറയണത്. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ആ ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ തന്നെ രണ്ട് തരത്തിലുണ്ട്, ഡിഫറെൻറ്റ് ഫോംസിലുണ്ട്. ഫസ്റ്റ് വൺ സിംഗിൾ വേരിയബിൾ ഡിസൈൻ, സെക്കൻഡ് വൺ ഫാക്ടോറിയൽ ഡിസൈൻ. അതിൽ സിംഗിൾ വേരിയബിൾ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡിയിൽ ഇഫ് ദർ ഈസ് only one independent variable that can be manipulated, then a single variable design is used. നമ്മുടെ റിസർച്ചിന് വേണ്ടി, നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ ആകെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളെ പഠിക്കുന്നുള്ളൂവെങ്കിൽ അത് സിംഗിൾ വേരിയബിൾ ഡിസൈനാണ്. അപ്പോൾ ഒന്നിലധികം, അതായത് 2 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടെങ്കിലോ അത് ഏത് റിസർച്ച് ഡിസൈൻ ആയിരിക്കും, അവിടെ ഫാക്ടോറിയൽ ഡിസൈൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ എക്സാമ്പിൾ എപ്പോഴും പറയാറുണ്ട്, അതായത് പ്രൈസും ഡിമാൻഡും ഒക്കെ. പ്രൈസ് കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു, അങ്ങനെയൊക്കെ എപ്പോഴും നമ്മൾ എന്ത് പറയാറുണ്ട്, ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് പറയാറുണ്ട്. സോ അതിൽ ഇപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, അതായത് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ ഡിമാൻഡ് എന്ന് പറയുന്നതോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്, പ്രൈസിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രൈസും ഡിമാൻഡും സ്റ്റഡി ചെയ്യുമ്പോൾ ആകെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലേ ഉള്ളൂ, അത് പ്രൈസ് അല്ലേ. അപ്പം നമ്മൾ ഏത് ഡിസൈൻ അവിടെ യൂസ് ചെയ്യുക, സിംഗിൾ വേരിയബിൾ ഡിസൈൻ. ആ ഒരു സെയിം കേസിൽ ഇപ്പോൾ പ്രൈസും ഡിമാൻഡും അതിൻ്റെ കൂടെ സപ്ലൈ എന്ന് പറയുന്ന ഒരു ഫാക്ടറും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്, പ്രൈസിനെയും സപ്ലൈനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റഡിയിൽ നമുക്ക് ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ല, രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ പ്രൈസും ദെൻ നെക്സ്റ്റ് വൺ സപ്ലൈ. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ഏത് ഡിസൈനാണ് നമ്മൾ യൂസ് ചെയ്യുക, ഫാക്ടോറിയൽ ഡിസൈൻ ആണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സിംഗിൾ വേരിയബിൾ ഡിസൈൻ, രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാക്ടോറിയൽ ഡിസൈൻ. ഇനി നമ്മൾ പറഞ്ഞ സിംഗിൾ വേരിയബിൾ ഡിസൈൻ, അതിനെ ഫർദർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ ബേസിസിലാണ്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിഗ്രി ഓഫ് കൺട്രോൾ, ആ വാരിയബിൾസിൻ്റെ മീതെ, നമ്മുടെ റിസർച്ചിലെ വാരിയബിൾസിൻ്റെ മീതെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഡിഗ്രി ഓഫ് കൺട്രോളിനെ ഡിപ്പെൻഡ് ചെയ്ത് 3 ഹെഡ്സ് ആയിട്ട് വീണ്ടും
സിംഗിൾ വേരിയബിൾ ഡിസൈനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, സെക്കൻഡ് വൺ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, തേർഡ് വൺ ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. അതിൽ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് ലോ ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ്. ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് ഹൈ ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ്. ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് മീഡിയം ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ്. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, ആ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്താണെന്ന് പറയണത്? യെസ്, ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഫോം ഓഫ് റിസർച്ച് ഡിസൈൻ. നമ്മുടെ റിസർച്ച് ഡിസൈനിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻ എ പ്രീ എക്സ്പെരിമെൻറ്റ് either a single group or multiple groups are observed subsequent to some agent or treatment presumed to cause change. അതായത് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ കണ്ടീഷൻസിലൂടെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കുന്നതിൻ്റെ മുന്നേ പ്രീ എക്സ്പെരിമെൻ്റൽ ആണ്. അതിനു മുന്നേ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അത്തരം റിസർച്ച് ഡിസൈൻസ് ആണ് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മളൊരു എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ MCOM ക്ലാസ്സിനെ നിങ്ങളുടെ ഓൺലൈൻ സ്റ്റഡീസ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു സ്റ്റഡി നമ്മൾ നടത്താൻ വേണ്ടി 2 ഗ്രൂപ്പ് ആക്കണം. ഒരു ഗ്രൂപ്പിനെ നോർമലി ട്രീറ്റ് ചെയ്യുന്നു, മറ്റേ ഗ്രൂപ്പിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുന്നു. അങ്ങനെയൊക്കെ ഒരു എക്സാമ്പിൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കണ്ടീഷൻസിലൂടെ പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഗ്രൂപ്പിനെ, ഒരു സിംഗിൾ ഗ്രൂപ്പ് ആവാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ആവാം, ആ ഗ്രൂപ്പ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം റിസർച്ച് ഡിസൈനാണ് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സാണ് പറയണത്. അതിൽ വൺ ഷോട്ട് കേസ് സ്റ്റഡീസ് ഉണ്ട്, വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ ഉണ്ട്, സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഡിസൈൻ ഉണ്ട്. ഇപ്പം നമ്മൾ തുടങ്ങിയത് എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് എന്നാണ്. അതിൽ ഫസ്റ്റ് കാറ്റഗറി ആണ് ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ആ ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിലാണ് സിംഗിൾ വേരിയബിൾ ഡിസൈൻസും ഫാക്ടോറിയൽ ഡിസൈൻസും ഉള്ളത്. ആ സിംഗിൾ വേരിയബിൾ ഡിസൈൻസിൽ ഒന്നായിരുന്നു പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. അപ്പോൾ ആ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്നാണ് നമ്മൾ പറഞ്ഞത് അതൊരു സിംപ്ലസ്റ്റ് ഫോമാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സിംഗിൾ ഗ്രൂപ്പിനെയോ മൾട്ടിപ്പിൾ ഗ്രൂപ്പിനെയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ പറയുന്നത് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. വൺ ഷോട്ട് കേസ് സ്റ്റഡി, വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ, സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഡിസൈൻ. ഇനി ഈ 3 ടൈപ്പും എന്താണ് നമുക്ക് നോക്കാനുള്ളത്? The first one shot case studies. One shot case studies എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെ at one single point in time, അതായത് വൺ ഷോട്ട്, ഒരു തവണ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അതിനെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഒരു സിംഗിൾ ഗ്രൂപ്പിനെ, എ സിംഗിൾ ഗ്രൂപ്പ് ഈസ് സ്റ്റഡിഡ് അറ്റ് എ സിംഗിൾ പോയിന്റ് ഇൻ ടൈം ആഫ്റ്റർ സം ട്രീറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് പ്രിസ്യൂംഡ് ടു ഹാവ് കോസ്ഡ് ചേഞ്ച്. അതായത് ആ ഒരു പർട്ടിക്കുലർ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിൽ, നമ്മൾ റിസർച്ചിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കിയേക്കാം എന്ന് തോന്നുന്ന ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ സർട്ടൻ കണ്ടീഷൻസിലൂടെ നമ്മൾ പോയതിന് ശേഷം ഒരു സിംഗിൾ ടൈമിന് ഒരൊറ്റ തവണ നമ്മൾ ആ ഒരു ഗ്രൂപ്പിനെ സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് വൺ ഷോട്ട് കേസ് സ്റ്റഡീസ്. ഇനി വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ. അതിൽ ഒരു സിംഗിൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു സിംഗിൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സിംഗിൾ കേസ് അത് 2 സമയത്ത് 2 ടൈംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ മുന്നേ ആ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം 2 സമയത്ത് അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും. അതായത് നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻസിലൂടെ മൂവ് ചെയ്യുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻസിന് വിധേയമാക്കപ്പെട്ടതിന് ശേഷം രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും നടത്തുന്നുണ്ട്. ദെൻ തേർഡ് വൺ സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഡിസൈൻ. ഇവിടെ എ ഗ്രൂപ്പ് ദാറ്റ് ഹാസ് എക്സ്പീരിയൻസ്ഡ് സം ട്രീറ്റ്മെൻറ്റ് ഈസ് കമ്പയർഡ് വിത്ത് വൺ ദാറ്റ് ഹാസ് നോട്ട്.
Observed differences between the two groups are assumed to be a result of the treatment. ഇവിടെ സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ആണ്. അതിൻ്റെ പേര് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് ഗ്രൂപ്പുകൾ എടുത്ത് അതിനെ കമ്പയർ ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിനെ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ നോർമൽ കോഴ്സിൽ, അതായത് നോർമൽ കണ്ടീഷൻസിൽ ട്രീറ്റ് ചെയ്യുന്നു. മറ്റേ ഗ്രൂപ്പിന്, രണ്ടാമത്തെ ഗ്രൂപ്പിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ കണ്ടീഷൻസിലൂടെ അല്ലെങ്കിൽ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നു. ദെൻ രണ്ട് ഗ്രൂപ്പിലും ഉണ്ടാവുന്ന മാറ്റം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ആ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചേഞ്ചസിന് ഒരു കോസ് ആവുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ കണ്ടെത്തുക. അപ്പം നമ്മൾ പറഞ്ഞത് നമ്മുടെ വൺ ഷോട്ട് കേസ് സ്റ്റഡി, വൺ ഗ്രൂപ്പ്, പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ, സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഡിസൈൻ, 3 കാര്യങ്ങളാണ്. അത് ഏതിൻ്റെ ഭാഗമാണ്, പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൻ്റെ ഭാഗമാണ്. പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്നുള്ളത് ഒരു സിംപ്ലസ്റ്റ് ഫോമാണ് റിസർച്ചിൻ്റെ. അതായത് ഒരു ഗ്രൂപ്പിന് അതിന് മാറ്റം വരുത്താൻ കാരണമാവാം എന്ന് തോന്നുന്ന സർട്ടൻ കണ്ടീഷൻസിലൂടെ അല്ലെങ്കിൽ സർട്ടൻ ട്രീറ്റ്മെൻറ്റ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഗ്രൂപ്പിനെ കടത്തിവിടുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ കുറച്ച് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാണ്, സം ട്രീറ്റ്മെൻറ്റ്സ് അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് അതിലുണ്ടാവുന്ന മാറ്റമാണ് നമ്മളവിടെ സ്റ്റഡി ചെയ്യുന്നത്. അത് ഓൺലി വൺസ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ വൺ ഷോട്ട്. ആ ഒരു ഗ്രൂപ്പിനെ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും, ആ ട്രീറ്റ്മെൻറ്റിന് മുന്നേയും അതിന് ശേഷവും നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ വൺ ഗ്രൂപ്പ്, പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ. ദെൻ ഒരു ഗ്രൂപ്പിന് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നില്ല, മറ്റൊരു ഗ്രൂപ്പിന് ഈ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു. ദെൻ രണ്ടിനെയും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഡിസൈനിൽ പറയണത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി, നമ്മുടെ സിംഗിൾ വാരിയബിൾ ഡിസൈൻസിൻ്റെ സെക്കൻഡ് കാറ്റഗറിയാണ് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ഈ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് അക്യുറേറ്റ് ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെൻ്റൽ റിസർച്ചിലെ വൺ ഓഫ് ദി മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് വൺ ഓഫ് ദി മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ളത് ഇതാണ്, ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? ദിസ് ഈസ് ബിക്കോസ് എ ട്രൂ എക്സ്പെരിമെൻറ്റ് സപ്പോർട്ട്സ് ഓർ റെഫ്യൂസസ് എ ഹൈപ്പോതെസിസ് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ അല്ലെങ്കിൽ ട്രൂ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഒരു ഹൈപ്പോതെസിസ് അത് അക്സെപ്റ്റ് ചെയ്യണോ, അതായത് അതിനെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ അതിനെ റെഫ്യൂസ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് മോസ്റ്റ് അക്യുറേറ്റ് ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആണ്. ദെൻ എ ട്രൂ എക്സ്പെരിമെൻ്റ് ഈസ് ഓൾസോ തോട്ട് ടു ബി ദ ഓൺലി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ദാറ്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്സ്. അതുപോലെ തന്നെ മോസ്റ്റ് അക്യുറേറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ രണ്ട് വാരിയബിൾസിൻ്റെ ഇടയിലുള്ള ആ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്സിനെ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഓൺലി വൺ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആണ്. ദെൻ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിന് ഉണ്ടായേണ്ട 3 ക്രൈറ്റീരിയ അല്ലെങ്കിൽ 3 കണ്ടീഷൻസ് ആണ് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ. ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നോർമൽ കോഴ്സ് ഓഫ് ആക്ഷൻ, അതിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണത്. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ആ സ്പെഷ്യൽ കണ്ടീഷൻസ്, എവിടെയാണോ ആ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് അപ്ലൈ ചെയ്യണത്, അതിനെയാണ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദെൻ റാൻഡംലി അസൈൻ ചെയ്യുന്നതായിരിക്കും വാരിയബിൾസ്. റിസർച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 3 റീസൺസ് ആണ് അല്ലെങ്കിൽ ഈ 3 കണ്ടീഷൻസ് എന്തിനു വേണം, ഒരു ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ അല്ലെങ്കിൽ റിസർച്ചിന് വേണം. ദെൻ ടൈപ്സ് ഓഫ് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ്. നെക്സ്റ്റ് ഹെഡ് ആണ് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. അതിൽ ഫസ്റ്റ് വൺ ദ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. അതിലെന്താ പറയണത്, ഇൻ ദിസ് ഡിസൈൻ സബ്ജക്ട്സ് ആർ സെലക്റ്റഡ് ആൻഡ് അസൈൻഡ് ടു ദി 2 ഗ്രൂപ്പ്സ്. അതായത് ദ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്ന ആ ഒരു ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൻ്റെ ഫസ്റ്റ് ടൈപ്പിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ 2 ഗ്രൂപ്പാണ്, ഒന്ന് കൺട്രോൾ ഗ്രൂപ്പും ഒന്ന് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും. നമ്മൾ പറഞ്ഞു കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്,
നമ്മൾ നോർമലി ട്രീറ്റ് ചെയ്യുന്നു. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പോ അവിടെയാണ് സ്പെഷ്യൽ കണ്ടീഷൻസ്, സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 2 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ആൻഡ് ഓൺലി ദ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ഈസ് ട്രീറ്റഡ്. അതായത് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്സിന് മാത്രമാണ് സ്പെഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ആഫ്റ്റർ ക്ലോസ് ഒബ്സർവേഷൻ ബോത്ത് ഗ്രൂപ്പ്സ് ആർ പോസ്റ്റ് ടെസ്റ്റഡ്. ഈ 2 ഗ്രൂപ്പിനെയും ക്ലോസ് ആയി ഒബ്സർവ് ചെയ്തതിനു ശേഷം ആ ഒരു ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കപ്പെട്ട ശേഷം എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ സ്പെഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു, കൺട്രോൾ ഗ്രൂപ്പിനെ നോർമലി ട്രീറ്റ് ചെയ്യുന്നു. ഇതിന് ശേഷം പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു. അതായത് അതിനെ കൃത്യമായിട്ടും കീനായിട്ടും ഒബ്സർവ് ചെയ്ത് അതിന് കൺക്ലൂഷൻസ് ഡ്രോൺ ചെയ്യുക. ആ 2 ഗ്രൂപ്പ്സിൻ്റെയും ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതാണ് പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈനിൽ പറയുന്നത്. Then the next one, the pre-test post-test control group design. ഇവിടെ എന്താ പറയണത്? ഇവിടെ നമുക്ക് എന്തുണ്ട്? 2 ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും ഒന്ന് കൺട്രോൾ ഗ്രൂപ്പും. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ സ്പെഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഫ്റ്റർ ക്ലോസ് ഒബ്സർവേഷൻ ബോത്ത് ഗ്രൂപ്പ്സ് ആർ പോസ്റ്റ് ടെസ്റ്റ് ടു മെഷർ ദ ഡിഗ്രി ഓഫ് ചേഞ്ച് ഇൻ ഈച്ച് ഗ്രൂപ്പ്. അതായത് 2 ഗ്രൂപ്പിലും 2 ഗ്രൂപ്പ് എടുക്കുന്നു, കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും. അതിൽ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനെ മാത്രമാണ് ട്രീറ്റ് ചെയ്യണത്. ദെൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രീ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ട്രീറ്റ്മെൻറ്റിന് മുന്നേ എങ്ങനെയായിരുന്നു, ആ ട്രീറ്റ്മെൻറ്റിന് ശേഷം 2 ഗ്രൂപ്പിലും എന്താണ് മാറ്റം, ദെൻ ആ ഒരു ഡിഗ്രി ഓഫ് ചേഞ്ച്, പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും, ആ ട്രീറ്റ്മെൻറ്റിന് മുന്നേ അതിന് ശേഷം ഉണ്ടാകുന്ന മാറ്റം, അതിൻ്റെ ഒരു ഡിഗ്രി, അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? മെഷർ ചെയ്യാണ്. Then the third one, Solomon 4 group design. മൂന്നാമത്തെ കാറ്റഗറിയാണ് Solomon 4 group design. And this is the combination of the pre-test only and the pre-test post-test control group. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള മറ്റ് 2 ക്ലാസിഫിക്കേഷൻസിൻ്റെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. In this case, the randomly selected subjects are placed into 4 groups. ഇവിടെ എന്ത് ചെയ്യാണ്? ആ ഒരു നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു വാരിയബിൾസിനെ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട്സിനെ 4 ഗ്രൂപ്പാക്കി പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ആ ഒരു റിസർച്ച് അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മൾ മെഷർ ചെയ്യണത്. യെസ്. ദെൻ ദ തേർഡ് വൺ ഇൻ ദ സെൻസ് നമ്മൾ പറയണത്, നമ്മുടെ ആദ്യം നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ആ ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ സിംഗിൾ വാരിയബിൾ ഡിസൈനും ഫാക്ടോറിയൽ ഡിസൈനും. അതിൽ സിംഗിൾ വാരിയബിൾ ഡിസൈനിലാണ് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആൻഡ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. അതിലെ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്താ പറഞ്ഞു? അതിൻ്റെ ടൈപ്സ് പറഞ്ഞു. പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ പറഞ്ഞു, അതിൻ്റെ ടൈപ്സ് പറഞ്ഞു. ഇനി പറയാനുള്ളത് ക്വാസി എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ. ഇവിടെ the word quasi means partial, half or few. അതായത് ക്വാസി എന്ന് പറയുന്ന ഒരു വേർഡ് മീൻ ചെയ്യണത് പാർഷ്യൽ അല്ലെങ്കിൽ ഹാഫ് എന്നുള്ള ഒരു മീനിങ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രൂ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ അതുമായിട്ട് ഒരുപാട് റിസംബ്ലൻസ് ഉണ്ടെങ്കിൽ പോലും സെയിം അല്ല. ക്വാസി എക്സ്പെരിമെൻറ്റ്സിൽ നമ്മൾ വാരിയബിൾസിനെ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട്സിനെ സെലക്ട് ചെയ്യുന്നത് റാൻഡംലി അല്ല. പക്ഷേ നമ്മുടെ ട്രൂ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 കണ്ടീഷൻസ് അല്ലെങ്കിൽ 3 ക്രൈറ്റീരിയാസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും ഉണ്ടായിരിക്കും. നമ്മുടെ റിസർച്ചർക്ക് വാരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ആ ഒരു വാരിയബിൾസ് നമ്മൾ സെലക്ട് ചെയ്യണത് റാൻഡംലി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്വാസി എക്സ്പെരിമെൻ്റൽ റിസർച്ചിന് ട്രൂ എക്സ്പെരിമെൻ്റൽ റിസർച്ചുമായി ഒരുപാട് റിസംബ്ലൻസ് ഉണ്ടെങ്കിലും അതല്ല കൃത്യമായിട്ടും ബട്ട് നോട്ട് ദ സെയിം. And here we are not select participants randomly. Then types of quasi experimental designs ആണ് ഇനി പറയാനുള്ളത്. ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈനിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. അതിലെ ഫസ്റ്റ് വൺ നോൺ ഇക്വലൻറ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. നോൺ ഇക്വലൻറ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈനിൽ എന്താ പറയണത്? ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് വൺ ഇൻ സോഷ്യൽ റിസർച്ച്. നമ്മുടെ സോഷ്യൽ റിസർച്ചിൽ ഏറ്റവും കൂടുതലായി യൂസ് ചെയ്യുന്ന ഒന്നാണ് നോൺ ഇക്വലൻറ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്ട്രക്ചേർഡ് ലൈക്ക് എ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് റാൻഡമൈസ്ഡ് എക്സ്പെരിമെൻറ്റ്സ്
but it lacks the key features of randomized design. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ പറഞ്ഞ പോലെ ഒരു പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് റിസർച്ചിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലൊരു എക്സ്പെരിമെൻറ്റിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിനുള്ളത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വാരിയബിൾസിനെ സെലക്ട് ചെയ്യുന്നത് റാൻഡംലി അല്ല, ആ ഒരു വ്യത്യാസമാണുള്ളത്. Then the next one, time series design. Time series designsൽ എന്താ പറയണത്, ഇറ്റ് ഈസ് എൻ elaborated version of the one group pre-test post-test pre-experimental design, but here the subjects are repeatedly pre-tested and post-tested. ടൈം സീരീസ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ആ ഒരു കോമ്പോനെയാണ്. പക്ഷേ അവിടെ നമ്മൾ പറഞ്ഞു അറ്റ് എ ടൈം അല്ലെങ്കിൽ ഒരു സിംഗിൾ ടൈമിൽ അതിനെ പഠിക്കുന്നുള്ളൂ, നമ്മൾ എക്സ്പെരിമെൻറ്റിന് വിധേയമാക്കി ഒരൊറ്റ തവണ അതിനെ സ്റ്റഡി ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ടൈം സീരീസ് ഡിസൈനിൽ അതിൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെ ഒരു തവണയല്ല ഒരുപാട് തവണ റിപ്പീറ്റഡ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഗ്രൂപ്പ്സിനെ, ആ ഒരു സിംഗിൾ ഗ്രൂപ്പ്സിനെ അല്ലെങ്കിൽ ആ ഒരു വാരിയബിൾസിനെ പ്രീ ടെസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു, പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽസിൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ഫ്രീക്വൻ്റ്ലി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ടൈം സീരീസ് ഡിസൈൻ എന്ന് പറയുന്നത്. തേർഡ് വൺ ആണ് കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ. ഇവിടെ നമ്മുടെ കൺട്രോൾ ഗ്രൂപ്പ്സിനെയും എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്സിനെയും ഇക്വേറ്റ് ചെയ്യാനാണ് കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ ദിസ് ഡിസൈൻ ട്രീറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ ടു ഓൾ ദ ഗ്രൂപ്പ്സ് ഇൻ എ ഡിഫറെൻറ്റ് ഓർഡർ. എല്ലാ ഗ്രൂപ്പ്സിനും നമ്മൾ വാരിയബിൾസിനെ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മൾട്ടിപ്പിൾ എല്ലാ ഗ്രൂപ്പ്സിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിഫറെൻറ്റ് ഓർഡറിലാണെന്ന് മാത്രം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ്, നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സും നമ്മൾ സ്റ്റഡി ചെയ്യുന്ന നമ്പർ ഓഫ് ഗ്രൂപ്പ്സും ഈക്വൽ ആയിരിക്കും. അതായത് നമ്മൾ വാരിയബിൾസിനെ, നമ്മൾ പാർട്ടിസിപ്പൻസിനെ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് ചൂസ് ചെയ്യാണ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, ഒരു 3 ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ 5 ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അത്ര തന്നെ ട്രീറ്റ്മെൻറ്റ്സിന് നമ്മൾ അതിന് അത്ര കണ്ട ട്രീറ്റ്മെൻറ്റ്സും നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത്ര തവണ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ഗ്രൂപ്പ്സിനെ. അത് ഡിഫറെൻറ്റ് ഓർഡറിലാണെന്ന് മാത്രം. അതാണ് കൗണ്ടർ ബാലൻസ്ഡ്. നമ്പർ ഓഫ് ഗ്രൂപ്പ്സും നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സും കൗണ്ടർ ബാലൻസ് ചെയ്യുന്നുണ്ട്, അത് ഈക്വൽ ആണ്. അതിനെ ഇക്വേറ്റ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ എക്സ്പെരിമെൻ്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്സിന്. യെസ്, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രൂപ്പ് ഡിസൈൻസ് ആണ് ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. അതിൽ സിംഗിൾ വാരിയബിൾ ഡിസൈനും ഫാക്ടോറിയൽ ഡിസൈനും ഉണ്ട്. അതാണ് ഏറ്റവും ബ്രോഡായിട്ടുള്ള 2 ക്ലാസിഫിക്കേഷൻ. അതിലെ സിംഗിൾ വാരിയബിൾ ഡിസൈൻസിൻ്റെ ഫർദർ ക്ലാസിഫിക്കേഷൻ, ദെൻ അതിൽ നിന്നുള്ള ഫർദർ ക്ലാസിഫിക്കേഷൻസ്, അതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ദെൻ ഇപ്പോൾ പറയണത് ദാറ്റ് സെക്കൻഡ് വൺ, മെയിനായിട്ട് നമ്മുടെ കാറ്റഗറിയിലെ സെക്കൻഡ് വൺ, ഫാക്ടോറിയൽ ഡിസൈൻ. യെസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ എഫക്റ്റ് ഓഫ് 2 or more independent variable at various levels. 2 അതിലധികമോ വാരിയബിൾസിനെ വാരിയസ് ലെവൽസിൽ അതിൻ്റെ ഒരു എഫക്റ്റ് മെഷർ ചെയ്യാനാണ് നമ്മൾ ഫാക്ടോറിയൽ ഡിസൈൻസ് യൂസ് ചെയ്യണത്. സിംഗിൾ വാരിയബിൾ ഡിസൈനിൽ 1 ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും ഫാക്ടോറിയൽ ഡിസൈൻസിൽ 2 or more ഇൻഡിപെൻഡൻറ്റ് വാരിയബിളുമാണ് ഉണ്ടാവുക. ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, വാരിയബിൾസിൻ്റെ ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്സ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മേ ബി ദാറ്റ് വൈൽ വൺ വാരിയബിൾ ഇൻക്രീസസ് ദ അതർ വൺ ഡിക്രീസസ്, ഓർ എൻ ഇൻക്രീസ് ഇൻ വൺ ഗിവ്സ് റൈസ് ടു അതർ വാരിയബിൾ. ഒന്നെങ്കിൽ ഒരു വാരിയബിൾ കൂടുമ്പോൾ മറ്റേ വാരിയബിൾ കുറയാം, അല്ലെങ്കിൽ ഒരു വാരിയബിൾ കൂടുമ്പോൾ മറ്റേ വാരിയബിളിലും എന്ത് വരാം, റൈസ് വരാം. ഇപ്പം ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒന്നെങ്കിൽ ഒന്ന് ഡിക്രീസ് ചെയ്യുമ്പോൾ മറ്റേത് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടിനും ഒരേപോലെയുള്ള മാറ്റം, രണ്ടും ഒരുപോലെ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ, അത്തരത്തിലുള്ള എഫക്ട്സ് 2 വാരിയബിൾസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ 2 അതിലധികം വാരിയബിൾസിൻ്റെ ഇടയിൽ ഉണ്ടാവുമെങ്കിൽ അതിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് നമ്മൾ ഫാക്ടോറിയൽ ഡിസൈൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് നമ്മുടെ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ റിസർച്ച് ഡിസൈനാണ്. സിംഗിൾ വാരിയബിൾ ഡിസൈനും ഫാക്ടോറിയൽ ഡിസൈനും. ദെൻ സിംഗിൾ വാരിയബിൾ ഡിസൈനിൽ പ്രീ എക്സ്പെരിമെൻ്റൽ, ദെൻ ട്രൂ എക്സ്പെരിമെൻ്റൽ, ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, അതിൻ്റെ എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ്, ഫർദർ ക്ലാസിഫിക്കേഷൻ.
ദെൻ നമ്മൾ പറയാൻ പോണ നമ്മുടെ ഈ ഒരു ടോപ്പിക് റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ റിസർച്ച് പ്ലാൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്ത് ചെയ്യാണ്. സോ റിസർച്ച് ഡിസൈനിൻ്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു നിർത്താം. ഇറ്റ് ഹെൽപ്സ് ടു സേവ് മണി, ടൈം ആൻഡ് എഫേർട്സ്. നമ്മുടെ മണി ആയാലും നമ്മുടെ എഫേർട്ട് ആയാലും ടൈം ആണെങ്കിലും സേവ് ചെയ്യാൻ റിസർച്ച് ഡിസൈൻസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസിനെ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യാനും അതിനൊക്കെ പ്രിപ്പയർ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ റിസർച്ച് ആക്ടിവിറ്റീസിനെ പ്രോപ്പറായി ഡോക്യുമെൻ്റ് ചെയ്യാൻ റിസർച്ച് ഡിസൈൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൊജക്റ്റിനെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോപ്പർ ടൈം ഷെഡ്യൂള് എൻഷുർ ചെയ്യാൻ എന്ത് സഹായിക്കുന്നു, റിസർച്ച് ഡിസൈൻ സഹായിക്കുന്നു. പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലൊരു റിസർച്ച് ഡിസൈൻ ഉണ്ടെങ്കിൽ അതൊരു റിസർച്ചർക്ക് അതൊരു കോൺഫിഡൻസ് ആണ് പ്രൊവൈഡ് ചെയ്യണത്. കാരണം ആ ഒരു റിസർച്ചിനെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കലി പ്രോപ്പർ ടൈമിന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാം, ആ ഒരു വിശ്വാസമാണ്. ദെൻ ദ ലാസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് എ സെൻസ് ഓഫ് സക്സസ് അറ്റ് എവറി സ്റ്റേജ് ഓഫ് വർക്ക്. അതായത് നമുക്ക് എവിടെ ഏത് പോയിന്റിനെ ഫോക്കസ് ചെയ്യണം, എന്തിനെ ഫോക്കസ് ചെയ്യേണ്ട, അത്തരത്തിൽ കൃത്യമായിട്ടൊരു ഡയറക്ഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്റ്റേജിലും എവറി സ്റ്റേജ് ഓഫ് വർക്ക് നമുക്ക് അവിടെ ഒരു സെൻസ് ഓഫ് സക്സസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ടോപ്പിക്കായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. റിസർച്ച് ഡിസൈൻ എന്താ പറഞ്ഞു, അതിൻ്റെ ലിമിറ്റേഷൻസ്, മെറിറ്റ്, സ്ട്രക്ചർ എല്ലാം പറഞ്ഞു. പിന്നെ ഓരോ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് റിസർച്ചിനും എക്സ്പെരിമെൻ്റൽ, എക്സ്പ്ലോറേറ്ററി, ഡിസ്ക്രിപ്റ്റീവ്, ദെൻ അനലറ്റിക്കൽ എന്നൊക്കെ പറഞ്ഞ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് റിസർച്ചിൽ അതെങ്ങനെയാണ് അപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.